കുഞ്ഞു വരകളുടെ വിസ്മയച്ചെപ്പ് തുറന്നിട്ടിരിക്കുകയാണ് കോടാലി മാങ്കുറ്റിപ്പാടത്തുള്ള പുര ആർട്ട് കസേ. 9 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ളവർ വരച്ച 40ഓളം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രദർശനത്തിന് ഞായറാഴ്ചയാണ് പുരയിൽ തുടക്കം കുറിച്ചത്. കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ സ്മാരക സർക്കാർ സ്കൂളിലെ ചിത്രകലാ അധ്യാപികയായ പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിൽ വര 2025 എന്ന പേരിൽ കഴിഞ്ഞയാഴ്ച മാങ്കുറ്റിപ്പാടം പുര ആർട്ട് കസേയിൽ ത്രിദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഈ ക്യാമ്പിൽ പിറവിയെടുത്ത ചിത്രങ്ങൾ സമാഹരിച്ചാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ചാർക്കോൾ, അക്രിലിക്, ക്രയോൺസ് തുടങ്ങിയവ ഉപയോഗിച്ച് കുട്ടികൾ വരച്ച ചിത്രങ്ങളിൽ തെളിയുന്നത് പ്രകൃതിയിലെ കാഴ്ചകളാണ്. മറ്റത്തൂരിലെ പ്രകൃതി സുന്ദരമായ കുഞ്ഞാലിപ്പാറയടക്കമുള്ളവയെ വരകളും വർണ്ണക്കൂട്ടുകളും കൊണ്ട് ക്യാൻവാസിലേക്ക് പകർത്തിയ കുട്ടികൾ അവരുടെ നിരീക്ഷണ പാടവവും സർഗശേഷിയും പ്രദർശനത്തിലൂടെ പ്രകടമാക്കുന്നുണ്ട്. ക്യാമ്പിൽ കളിമണ്ണ് കൊണ്ട് കുട്ടികൾ നിർമ്മിച്ച ശില്പങ്ങളും ചിത്രങ്ങൾക്കൊപ്പം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവധിക്കാലം കഴിയും വരെ നീണ്ടുനിൽക്കുന്ന ചിത്രശില്പ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി നിർവഹിച്ചു. സീനിയർ ഫോട്ടോഗ്രാഫറും കലാകാരനുമായ സുനിൽ സബര്യ അധ്യക്ഷത വഹിച്ചു. രഞ്ജിത് മാധവൻ, CR ആനന്ദ്, പ്രിയ ഷിബു, ഫാസ് പാടി, പ്രസിഡന്റ് TK ലാലൻ, PV വേലായുധൻ, അഭിനന്ദ, കോർഡിനേറ്റർ നിഷാന്ത് എന്നിവർ സംസാരിച്ചു. അതായത് നമുക്കിപ്പോ ഒരു വരയിടമാക്കാൻ വേണ്ടി പ്രിയ ടീച്ചർ എടുക്കുന്ന ഒരു അതുകൊണ്ടുള്ള ഈ കുട്ടികളൊക്കെ വന്ന് വരയ്ക്കാനുള്ളത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വന്ന് വരയ്ക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം. വളരെയധികം അതായത് പുള്ളിയുടെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ പ്രിയ ടീച്ചർ ഒന്നുമല്ല എന്റെ ഇതുവരെയുള്ള നിരീക്ഷണം ഞാൻ പറയാം. കാരണം വെച്ചാല് ഇപ്പോ പ്രിയ ടീച്ചറെ പറ്റിയുള്ള പത്രറിപ്പോർട്ടുകൾ കൊടുങ്ങല്ലൂർ സ്കൂൾ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ വളരെ നമ്മളൊക്കെ പോയി കാണേണ്ട രീതിയിലാണ്. അവിടെ ഒരു വെറുതെ ഒഴിഞ്ഞെടുക്കുന്ന ഒരു മുറി വളരെ കലാപരമായിട്ട് ദൃശ്യവൽക്കരിച്ച മാതൃകാപരമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ടീച്ചറേക്കാൾ കൂടുതൽ ആരാധനയുള്ളത് സിന്ധുവിനെ കുറിച്ച് അറിയാം. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ പ്രിയ ടീച്ചർ അടുത്തേക്ക് എനിക്കറിയില്ല. ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഈ ആ ഒരു ഡോക്യുമെന്ററി കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും അതിശയമായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ തന്നൊരു ദിവസമായിരുന്നു അന്ന്.